അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നല്ല ബിസിനസ്സുകാരനൊക്കെ തന്നെയാണ്. അതുപോലെ തന്നെ ബിസിനസ്സുകാരനായിട്ടുള്ള ഇലോൺ മസ്കിന്റെ ഉപദേശവും ട്രംപിന് ആവശ്യം പോലെ കിട്ടും. പക്ഷെ മസ്കിനെയും ട്രംപിനെയും വിറ്റ പൈസ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പോക്കറ്റിലുണ്ട്. കാരണം ഒരുപക്ഷെ ട്രംപും മസ്കും ഒക്കെ കച്ചവടം തുടങ്ങുന്നതിന് മുമ്പ് ഈ സീനൊക്കെ വിട്ടതാണ് നരേന്ദ്രമോദി. അതായത് ട്രംപ് മനസ്സിൽ കാണുമ്പോൾ അത് മാനത്ത് കാണാൻ നരേന്ദ്രമോദിക്ക് കഴിയും എന്ന് നരേന്ദ്രമോദി ഇന്നലെ തെളിയിച്ചു ലോകത്തിന്റെ മുന്നിൽ. അതായത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ ഫ്രാൻസിലേക്കുള്ള യാത്ര എന്തുകൊണ്ട് ഫ്രാൻസ് തെരഞ്ഞെടുത്തു? അമേരിക്കയിലേക്ക് മോദിക്ക് നേരിട്ടും പോകാം. ഫ്രാൻസിലേക്ക് പോകുന്ന വഴിയിൽ തന്നെ അമേരിക്കയിലും പോകുന്നു. അപ്പോൾ വേണമെങ്കിൽ അത് AI സബ്മിറ്റ് ഉണ്ട്, അത് കഴിഞ്ഞിട്ട് അതിലേ പോകാം. അത്ര ദാരിദ്ര്യമൊന്നും ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്കില്ല. സബ്മിറ്റിട്ട് പോയിട്ട് തിരിച്ചു വന്നിട്ട് സമാധാനത്തിൽ അമേരിക്കയിൽ പോയാലും മതി. പക്ഷെ എന്നിട്ടും നരേന്ദ്രമോദിയുടെ ആ ഒരു യാത്ര നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഫ്രാൻസിൽ നിന്ന് അമേരിക്ക. അപ്പൊ ഈ ഫ്രാൻസിൽ വെറുതെ അങ്ങൊന്ന് ഇറങ്ങിയിട്ട് പോയതാണെങ്കിലും വേണ്ടില്ല. ഫ്രാൻസിൽ മോദി സത്യം പറഞ്ഞാൽ ട്രംപിന് കൊടുത്തത് ഒരൊന്നൊന്നര പണിയാണ്. നമ്മളിപ്പോൾ ചെസ്സിന്റെ കാര്യം പറഞ്ഞാൽ ഒരു കിഡിലൻ ചെക്ക് വെച്ചു എന്ന് തന്നെ പറയേണ്ടി വരും. അതായത് ഇപ്പോൾ ഇന്ത്യയും അമേരിക്കയും തമ്മിൽ വളരെ നല്ല സൗഹൃദമാണ്. പക്ഷേ ട്രംപ് ഈ താരിഫ് ഭീഷണി മുഴക്കി അങ്ങ് മൂക്കിൽ വലിച്ചു കയറ്റാൻ ചില ശ്രമങ്ങൾ നടത്തി. ട്രംപ് ഇപ്പോൾ നമ്മൾ റഷ്യയിൽ നിന്ന് എന്തെങ്കിലും ഒരു ആയുധമോ റഷ്യയുമായിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു കരാറോ ഒക്കെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ ട്രംപ് ഉടനെ തന്നെ വേണമെങ്കിൽ ട്രംപിന് നമ്മൾ ഉപരോധം പറഞ്ഞ് ഭീഷണിപ്പെടുത്താം. അപ്പോൾ അമേരിക്കയിൽ നിന്ന് വാങ്ങാൻ നമ്മളെ ഫോഴ്സ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെയൊക്കെ ട്രംപ് പല പദ്ധതികളും അവിടെ ആസൂത്രണം ചെയ്ത് വച്ചിട്ടുണ്ട്. പക്ഷേ ഒരു മുഴം മുമ്പേ, ഓടുന്ന പട്ടിക്ക് ഒരു മുഴം മുമ്പേ എന്ന് പറയും പോലെ മോദി നീട്ടിയെറിഞ്ഞു. അതിന്റെ ഭാഗമായിട്ട് ചില കരാറുകൾ ഫ്രാൻസിൽ വെച്ചുണ്ടായിരിക്കുകയാണ്. അതായത് ആണവോർജം, സ്റ്റാർട്ടപ്പുകൾ, AI സാങ്കേതിക വിദ്യ, സൈനിക സഹകരണം, പ്രതിരോധം തുടങ്ങിയ മേഖലകളിലായിട്ട് നിരവധി കരാറുകളാണ് ഇന്ത്യയും ഫ്രാൻസും ഒപ്പുവെച്ചത്. ജെറ്റ് എഞ്ചിനുകൾ, ഹെലികോപ്റ്റർ എഞ്ചിനുകൾ, മിസൈലുകൾ എന്നിവയൊക്കെ വാങ്ങുന്നതിനുള്ള കരാറാണ് ഇന്ത്യയും ഫ്രാൻസും തമ്മിൽ ഒപ്പുവെക്കുന്നത്. കൂടാതെ ഇന്ത്യയുടെ പിനാക റോക്കറ്റ് ലോഞ്ചർ വാങ്ങാനായിട്ട് ഫ്രാൻസും ഇന്ത്യയോട് താല്പര്യം അറിയിച്ചിരിക്കുകയാണ്. ഇന്ത്യയും ഫ്രാൻസും തമ്മിൽ ഈ സ്റ്റാർട്ടപ്പുമായി ബന്ധപ്പെട്ടുള്ള കരാറുകൾ ഒപ്പുവെച്ചിട്ടുണ്ട്. 10 ഇന്ത്യൻ സ്റ്റാർട്ടപ്പുകൾക്ക് ആതിഥേയത്വം വഹിക്കാനുള്ള കരാറുകൾ ഉണ്ടായിട്ടുണ്ട്. ആണവ റിയാക്ടർ സാങ്കേതിക വിദ്യകളിലെ സഹകരണം വർദ്ധിപ്പിക്കാനുള്ള കരാറുകളിൽ ഒപ്പുവെച്ചിട്ടുണ്ട്. ഇരു രാജ്യങ്ങളും ചേർന്ന് ആണവ റിയാക്ടറുകൾ നിർമ്മിക്കുമെന്നതാണ് ഇതിന്റെ ഭാഗമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഇൻഡോ പസഫിക് മേഖലയിലെ വികസന പദ്ധതികളിൽ പരസ്പരം സഹകരിക്കാനുള്ള ധാരണയും ആയിട്ടുണ്ട്. പ്രതിരോധം, ബഹിരാകാശം, സിവിൽ ആണവ സഹകരണം, പൊതുജനാരോഗ്യം തുടങ്ങിയ വിഷയങ്ങളിൽ ധാരണകളും ഉണ്ടായിട്ടുണ്ട്. അഡ്വാൻസ്ഡ് മോഡുലാർ റിയാക്ടർ കരാറുകളിലും ഒപ്പുവെച്ചിട്ടുണ്ട്. അതായത് സകല മേഖലയിലും സഹകരണം, പ്രത്യേകിച്ച് എഞ്ചിനുകളുടെ ജെറ്റ് എഞ്ചിനുകൾ വാങ്ങാനുള്ള തീരുമാനങ്ങൾ, വളരെ പ്രധാനപ്പെട്ട നീക്കങ്ങൾ നടന്നിട്ടുണ്ട്. നമ്മളിപ്പോഴും അറിയാത്ത കുറേ കാര്യങ്ങളും ഇതിൽ ഉണ്ട്. അതായത് എല്ലാ കാര്യങ്ങളും പുറത്ത് വിടില്ലല്ലോ, പ്രത്യേകിച്ച് പ്രതിരോധവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. അപ്പോൾ വളരെ ഡീപ്പായിട്ടുള്ള ഒരു സഹകരണമാണ് ഇന്ത്യയും ഫ്രാൻസും തമ്മിൽ ഉണ്ടാവാൻ പോകുന്നത് എന്ന് തന്നെയാണ് മനസ്സിലാവുന്നത്. ഇതെങ്ങനെയാണ് ട്രംപിന് തിരിച്ചടിയാവുക? ട്രംപ് ഇന്ത്യയുമായിട്ട് ബാർഗെയിൻ ചെയ്യാൻ കരുതിയിരിക്കുകയാണ് അവിടെ. നമ്മുടെ ചില ദൗർബല്യങ്ങളുണ്ട്. ഇപ്പോൾ നമുക്കിപ്പോൾ അമേരിക്കൻ എഞ്ചിനുകൾ കിട്ടിയാലേ തേജസ് യുദ്ധവിമാനങ്ങൾ മുന്നോട്ട് നിർമ്മിക്കാനായിട്ട് കഴിയുകയുള്ളൂ. അതുപോലെ AMCA പ്രോഗ്രാമിന് അമേരിക്കൻ എഞ്ചിനുകൾ ആവശ്യമാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ നമുക്ക് അത്യാവശ്യമായ ചില കാര്യങ്ങളുണ്ട്. കൂടാതെ താരിഫ് ഭീഷണി നമ്മുടെ നേരെ മുഴക്കിയിരിക്കുകയാണ്. ഇങ്ങനെയൊക്കെ ഇരിക്കുന്ന സമയത്താണ് ഫ്രാൻസും ഇന്ത്യയും തമ്മിലുള്ള ഈ ബന്ധം. ഇലോൺ മസ്കിന്റെ കണ്ണിലെ കരടാണ് ഈ മാക്രോൺ. ഇലോൺ മസ്കിനെതിരെ പരസ്യമായി തന്നെ ശക്തമായി പ്രതികരിച്ച ലോക നേതാക്കളിൽ ഒരാളാണ് ഈ ഇമ്മാനുവൽ മാക്രോൺ. മാക്രോണും ഇന്ത്യയും തമ്മിൽ, വിശേഷിച്ച് മോദി മാക്രോണും തമ്മിലുള്ള സൗഹൃദം തീർച്ചയായിട്ടും ട്രംപിനും മസ്കിനുമുള്ള ഒരു മുന്നറിയിപ്പാണ്. അതായത് കൂടുതൽ ഇന്ത്യയെ പ്രഷർ ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ യൂറോപ്പുമായും ഫ്രാൻസുമായിട്ടുമുള്ള ഇന്ത്യയുടെ ബന്ധം ശക്തമാകും. അമേരിക്കയുമായിട്ടുള്ള ഡിഫൻസ് ഡീലുകൾ ഇന്ത്യ പതിയെ പതിയെ അങ്ങ് വേണ്ട എന്ന് വയ്ക്കും. അതായത് ട്രേഡിൽ പല മേഖലയിലും അമേരിക്കയ്ക്ക് ഇന്ത്യയെ ഒഴിവാക്കാൻ കഴിയാത്ത മേഖലകളുണ്ട്. എന്നാൽ ചില മേഖലകളിൽ ഇന്ത്യക്ക് അമേരിക്കയും ആവശ്യമാണ്. അങ്ങനെയുള്ള മേഖലകളിൽ, പ്രത്യേകിച്ച് പ്രതിരോധ മേഖലകളിലാണ് ഇന്ത്യ ഫ്രാൻസുമായിട്ടുള്ള സഹകരണം വർദ്ധിപ്പിച്ചിരിക്കുന്നത്. മോദി വരുന്ന സമയത്ത് ബാർഗെയിൻ ചെയ്ത് തനിക്കും മസ്കിനും ആവശ്യമായതൊക്കെ അങ്ങ് നേടാമെന്നും പറഞ്ഞിരിക്കുന്ന ട്രംപിന് ഇത് വലിയ തിരിച്ചടിയാണ്. മസ്കിന് വേണ്ടത് ടെസ്ല കാറുകൾ യാതൊരു തരത്തിലുള്ള തടസ്സവുമില്ലാതെ ഇന്ത്യൻ വിപണിയിലോട്ട് കൊണ്ടുവരണം, ചൈനയിൽ ഉണ്ടാക്കി ഇന്ത്യയിലേക്ക് ഇറക്കണം. ഇതാണ് മസ്കിന് വേണ്ടത്. അപ്പോൾ ഇന്ത്യയിൽ പ്ലാന്റ് തുടങ്ങാനൊന്നും ഇപ്പോൾ പറ്റില്ല. ഇന്ത്യയിൽ സെയിൽസ് ഒക്കെ ഉണ്ടെന്ന് നോക്കിയിട്ട് കുഴപ്പമില്ല എന്ന് കണ്ടാൽ പ്ലാന്റ് തുടങ്ങുന്നതിനെ കുറിച്ചൊക്കെ ആലോചിക്കാം. ഇതാണ് മസ്കിന്റെ ഒരു ലൈൻ. അപ്പോൾ ഇത് ഇന്ത്യ പറ്റില്ല എന്ന് പറഞ്ഞു. മറ്റേതൊരു വിദേശ ബ്രാൻഡിനുമുള്ള നികുതി ടെസ്ലയും നൽകിയേ പറ്റൂ, അല്ലെങ്കിൽ കുറഞ്ഞ പക്ഷം ഇന്ത്യയിൽ ഒരു അസംബ്ലി പ്ലാന്റ് എങ്കിലും തുടങ്ങിയെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നികുതി ഇളവ് ഉണ്ടാകൂ എന്നാണ് ഇന്ത്യ നേരത്തെ പറഞ്ഞത്. ഇതുകൊണ്ടാണ് ടെസ്ല കാറുകൾ ഇപ്പോഴും ഇന്ത്യയിലേക്ക് എത്താൻ വൈകുന്നതും.
അപ്പോൾ മസ്കിന് ഈ തടസ്സമൊക്കെ മാറ്റണം ട്രംപിനെ ഉപയോഗിച്ചുകൊണ്ട്. പക്ഷേ ഇവിടെ നരേന്ദ്രമോദി ഒരു മുഴം മുമ്പേ അറിഞ്ഞു. അതായത് ഫ്രാൻസുമായിട്ട് ചേർന്നുകൊണ്ട് ഒരു ഒരു പുതിയ സഖ്യത്തിന് തുടക്കമിട്ടിരിക്കുകയാണ്. ഇന്ത്യ ചൊറിയാൻ വന്നാൽ ഇന്ത്യ മറ്റു വഴികൾ തേടും എന്നുള്ള ഒരു കൃത്യമായ സൂചന പ്രസിഡന്റിനും മസ്കിനും തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. വിശേഷിച്ച് മസ്ക് എന്ന് പറയുന്നത് ഇപ്പൊ അമേരിക്കയുടെ പ്രസിഡന്റ് ആരാണ്? ട്രംപ് ആണോ മസ്ക് ആണോ? എല്ലാവരും ചോദിക്കുന്ന ചോദ്യമാണ്. അപ്പൊ അതുകൊണ്ട് പറയുമ്പോഴൊക്കെ ട്രംപും മസ്കും എന്ന് തന്നെ ചേർത്ത് പറയാം. രണ്ടുപേരും കൂടെ ചേർന്നാണല്ലോ ഇപ്പൊ അമേരിക്ക ഭരിക്കുന്നത്. അപ്പോൾ രണ്ടുപേർക്കുമുള്ള മോദിയുടെ ഒരു മുന്നറിയിപ്പാണ്, സൂചനയാണ്, കൂടുതൽ ഇന്ത്യയുടെ അടുത്ത് ഡിമാൻഡ് വെക്കണ്ട. ഇനി അതിനപ്പുറം മോദിക്ക് അവിടെ കിട്ടിയ സ്വീകാര്യത കൂടി കാണണം. ഫ്രഞ്ച് പ്രസിഡന്റ് നരേന്ദ്രമോദിയെ സ്വീകരിച്ച രീതി പോലും ട്രംപിന് അവിടെ ഇളക്കം തട്ടുന്ന രീതിയിലാണ്. അതായത് ഇന്ത്യ ഒരു പ്രധാനപ്പെട്ട ഒരു ഭാഗമായിട്ട് മാറുകയാണ് ഫ്രാൻസിൽ. അതായത് ഫ്രാൻസിന്റെ ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള ഒരു സുഹൃത്തായിട്ട് മാറുകയാണ്. ഇതിലൂടെ യൂറോപ്പുമായിട്ടുള്ള ബന്ധം ശക്തിപ്പെടുത്താൻ ഇന്ത്യക്ക് കഴിയുമെന്ന് ട്രംപിന് നന്നായിട്ട് അറിയാം. ഒരു വശത്ത് ചൈനയുമായിട്ടുള്ള ബന്ധം ഇന്ത്യ മെച്ചപ്പെടുത്തിയിട്ടുണ്ട്, റഷ്യയുമായിട്ട് കൂടുതൽ അടുത്ത ബന്ധം സ്ഥാപിച്ചിട്ടുണ്ട്, ഫ്രാൻസുമായിട്ടുള്ള ബന്ധം ശക്തിപ്പെടുത്തിയിരിക്കുകയാണ്. അപ്പോൾ മിഡിൽ ഈസ്റ്റിൽ ഇന്ത്യക്ക് ഓൾറെഡി നല്ല ബന്ധമുണ്ട്, സൗദിയുമായും UAE-യുമായിട്ടും ഒക്കെ. അപ്പോൾ എല്ലാ രീതിയിലും ഇന്ത്യ വളരെ പവർഫുൾ ആണ്. ആഫ്രിക്കയിൽ ഇന്ത്യയുടെ സ്വാധീനം വളരെ ശക്തമാണ്. ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ, വിശേഷിച്ച് നമ്മുടെ ബ്രസീൽ അടക്കമുള്ള രാജ്യങ്ങളുമായിട്ട്, അർജന്റീനയുമായിട്ടൊക്കെ ഇന്ത്യക്ക് നല്ല ബന്ധം ഇപ്പോൾ ഉണ്ട്. മാത്രമല്ല ഇപ്പോൾ നമ്മൾ ഇന്തോനേഷ്യയുമായിട്ട് വളരെ ക്ലോസ് ആയിട്ടുള്ള ബന്ധമാണുള്ളത്. മലേഷ്യയുമായിട്ടും സിംഗപ്പൂരുമായിട്ടും തായ്ലൻഡുമായിട്ടും ഇന്ത്യയുടെ ബന്ധം മെച്ചപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ത്യ എല്ലാ മേഖലയിലും നയതന്ത്ര തലത്തിൽ ഇന്ത്യ വളരെ സ്ട്രോങ് ആയിട്ടുള്ള റിലേഷൻസ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യയുടെ മേൽ ഒരുപാട് പ്രഷർ അമേരിക്ക ചെലുത്തുകയാണെങ്കിൽ ഈ ഇന്ത്യയുടെ സൗഹൃദത്തെ ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യ തിരിച്ച് അമേരിക്കയ്ക്കെതിരെ കളിക്കാനുള്ള വലിയ പോസിബിലിറ്റി ഇവിടെയുണ്ട്. കാരണം ഫ്രാൻസ് എന്താണ് പറഞ്ഞത്? ഫ്രഞ്ച് പ്രസിഡന്റ് പറഞ്ഞത് അമേരിക്കയുമായി സഹകരിക്കാൻ ഇന്ത്യയും ഫ്രാൻസും തയ്യാറാണെന്നാണ്. ഫ്രഞ്ച് പ്രസിഡന്റിന്റെ സ്റ്റേറ്റ്മെന്റ് ആണ്. പക്ഷേ ഞങ്ങളുടെ ഈ രണ്ട് രാജ്യങ്ങളും ഗ്രേറ്റ് പവേഴ്സ് ആണ്. ഇന്ത്യയും ഫ്രാൻസും ഗ്രേറ്റ് പവേഴ്സ് ആണ്. ഞങ്ങൾ US-ഉമായും ചൈനയുമായും ഒക്കെ സഹകരിക്കാൻ തയ്യാറാണ്. ആരുടെയും അടിമയാകാൻ ഞങ്ങളെ കിട്ടില്ല എന്നാണ് പറഞ്ഞത്. ഇത് മോദി പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് അല്ല, ഇമ്മാനുവൽ മാക്രോൺ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ആണ്. സോ ഇത് ഡയറക്റ്റ് ട്രംപിനുള്ള മെസ്സേജ് ആണ്. കയറി ഭരിക്കാൻ വരണ്ട, ഞങ്ങൾക്ക് ഞങ്ങളുടേതായ രീതിയിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ അറിയാം, നിങ്ങളുമായിട്ട് സഹകരിക്കാനൊക്കെ ഞങ്ങൾ റെഡിയാണ്, ഭരണം ഇങ്ങോട്ട് വേണ്ട, മ്യൂച്വൽ റെസ്പെക്റ്റിലുള്ള ഡീലിംഗ് മതി. ഇത് അമേരിക്കയ്ക്ക് ഇന്ത്യ കൊടുത്തൊരു മുന്നറിയിപ്പാണ് ഫ്രാൻസിനെ കൂട്ടുപിടിച്ചുകൊണ്ട്. ഫ്രാൻസ് എന്ന് പറയുന്നത് G7 മെമ്പറാണ്. US-ന്റെ ഏറ്റവും അടുത്ത സഖ്യരാജ്യങ്ങൾ ഉൾപ്പെടുന്നതാണല്ലോ G7 കൂട്ടായ്മ എന്ന് പറയുന്നത്. നാറ്റോ മെമ്പറാണ്. അമേരിക്കയുമായിട്ട് വളരെ വർഷങ്ങളായിട്ട് നല്ല ബന്ധമുള്ള ഒരു രാജ്യമാണ്. ആ ഫ്രാൻസിന്റെ ലീഡറുമായിട്ട് ചേർന്ന് നിന്നുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു മെസ്സേജ് ട്രംപിന് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ട്രംപ് തീർച്ചയായിട്ടും എന്തെങ്കിലുമൊക്കെ പ്ലാൻ ചെയ്ത് വച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അതെല്ലാം വിഴുങ്ങിയിരിക്കേണ്ടി വരും. കാരണം ഇന്ത്യയുടെ അടുത്തൊരു കളി നടക്കില്ല. നരേന്ദ്രമോദിക്ക് വളരെ നന്നായിട്ട് ജിയോ പൊളിറ്റിക്സിൽ കളിക്കാൻ അറിയാമെന്ന് മോദി തെളിയിക്കുകയാണ്. ശരിക്കും ട്രംപിനെയും മസ്കിനെയും വിറ്റ പൈസ പോക്കറ്റിൽ ഇട്ടുകൊണ്ടാണ് നരേന്ദ്രമോദി ഇപ്പോൾ അമേരിക്കയിലോട്ട് പോയിരിക്കുന്നത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.